ഹായ് ഹലോ, എല്ലാവരും സുഖമായിട്ട് സേഫായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു കേട്ടോ. ഞാനിപ്പോൾ ഉള്ളത് എൻ്റെ നാട്ടിലാട്ടോ, അതായത് എൻ്റെ വീട്ടിൽ. അപ്പം ഇങ്ങനെ പോയി വരുമ്പോൾ ഇതാണ് കേട്ടോ എൻ്റെ വീട്. നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിൽ പള്ളിയുടെ ഗ്രോട്ടോയൊക്കെ ഉണ്ട് കേട്ടോ. ഇങ്ങനെ പോകുമ്പോൾ നമുക്ക് ഇതിൻ്റെ അങ്ങോട്ടേക്ക് നേരെ പോയി കഴിഞ്ഞാൽ കുരിശുപാറയാണേ, ടൂറിസ്റ്റ് പാറയൊക്കെയാണ്. ഇവിടെ അത്യാവശ്യം എല്ലാവരും വരാറുണ്ട് കേട്ടോ, കാണാനൊക്കെ നല്ല സ്ഥലമാണേ. അപ്പം ഇങ്ങനെ വന്നു കഴിയുമ്പം ഇത് മെബിച്ചിന് വേണ്ടി ഉണ്ടാക്കിയിട്ടിരിക്കുന്ന ഷെഡാട്ടോ. അപ്പം നിങ്ങൾ വിചാരിക്കും അതെന്താ അങ്ങനെയെന്ന്. അപ്പം ഇത് മെബിച്ചിന് വേണ്ടി പണിതിട്ടിരിക്കുന്ന ഷെഡാന്ന് പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ജാതിക്കയൊക്കെ ഇല്ലേ ഇവിടെയാട്ടോ നമ്മൾ സ്റ്റോർ ചെയ്യുന്നത്. ജാതിക്കായ ഒക്കെ സ്റ്റോർ ചെയ്യുന്നത് ഇവിടെയാണ്. പിന്നെ നിലവിൽ ഇതിനകത്ത് ഒന്നുമില്ല കേട്ടോ. ഇത് പിന്നെ ഈ മൂടി കെട്ടിയിട്ടേക്കുന്ന പപ്പയുടെ ഏലത്തോട്ടം കേട്ടോ, ഞങ്ങളുടെ 5 സെൻറ്റിൻ്റെ ഏലത്തോട്ടമാണ്. ഒന്നും ആയില്ല. പിന്നെ പയറൊക്കെ ഉണ്ട് കേട്ടോ, അതിനകത്തോട്ട് കയറുന്നില്ല. ലാസ്റ്റ് ആദായം കാണാതെ പോയി കഴിഞ്ഞാൽ ഞാനായിരിക്കും ഉത്തരവാദിത്വം പറയണ്ടേ. അപ്പം അത് കായൊന്നും ഇല്ല കേട്ടോ, പുതിയതായിട്ട് അങ്ങനെ നട്ടതാണ്. എൻ്റെ എങ്ങനെ അതിൻ്റെ സെറ്റപ്പൊന്നും എനിക്കറിയത്തില്ല. പിന്നെ ഇത് എൻ്റെ ഡാഡി സ്വന്തമായി വളർത്തിയെടുക്കുന്ന മറ്റേ എന്നായിരുന്നു ഫ്രാഷൻ ഫ്രൂട്ട് അവിടെ ഉണ്ട് കേട്ടോ, നല്ലതായിട്ട്. ഇവിടെ ഇത് പൂവൊക്കെ ഇട്ട് വരുന്നതേ ഉള്ളൂ കേട്ടോ, ഇത് പൂവൊക്കെ ഇട്ട് വരുന്നതേ ഉള്ളൂ. ഹായ്, കുത്തുവോ എന്തോ. ഇതെൻ്റെ വീട്. ഇതിൻ്റെ താഴോട്ട് പോയാലും ഇറങ്ങിപ്പോയി കഴിയുമ്പോൾ അവിടെ ഇങ്ങനെ ആണ് കേട്ടോ. അവിടേക്കൊന്നും ഇപ്പം ഞാൻ പോകാനില്ല. വന്നാലും ഒരു ദിവസത്തേക്ക് വേണ്ടി വരുന്നു, പിറ്റേ ദിവസം നേരെ വീട്ടിൽ പോകുന്നു. അങ്ങനെ നമ്മൾ ഒരു ദിവസത്തേക്കൊക്കെ വേണ്ടിയിട്ടായിരിക്കും പെട്ടെന്ന് വരുന്നത്. മെയിനായിട്ട് ഞാൻ വീട്ടിൽ വരുന്നത് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുണ്ടോ, ഈ സാധനം ഇത് കയറ്റിവിടാൻ വേണ്ടിയിട്ടാട്ടോ ഞാൻ വീട്ടിൽ വരാറ്. പത്രിപ്പൂവാണേ. അപ്പം ഇതിൻ്റെ ബാക്കി തികഞ്ഞില്ല, അപ്പം അതെടുക്കാൻ വേണ്ടിയിട്ട് മെബിച്ചിനും അപ്പച്ചട്ടയും കൂടെ പോയേക്കുക. ഞാൻ കാണിച്ചു തരാവേ. ഇതുണ്ടോ, ഇതാട്ടോ പത്രിപ്പൂ. ഇത് നമുക്ക് പുറത്തോട്ട് കൊടുക്കാനുള്ളതാണ്. അപ്പം 5 ഇലയും കൂടെ വേണമായിരുന്നു, അപ്പം തികഞ്ഞില്ല കേട്ടോ. നല്ല ഫുൾ ഫ്ലവർ ആട്ടോ, ഫുൾ ഫ്ലവറാണ്. അപ്പം ഇത് കാണിച്ച പത്രിപ്പൂ ഉണ്ടല്ലോ, അത് വന്നിട്ട് തികയാത്തതും പിന്നെ കൊള്ളുകയല്ല, നമ്മൾ മാറ്റി വെച്ചേക്കും. നമ്മൾ കറക്റ്റ് ഫുൾ ഫ്ലവർ അവർ ചോദിക്കുന്നെങ്കിൽ നമ്മൾ അതാ കൊടുക്കണ്ടേ. അപ്പോൾ അതിനകത്ത് ഇങ്ങനെ പൊട്ടിയിട്ടൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെ കൊടുക്കുകയല്ല കേട്ടോ. അപ്പം അത് എടുക്കാൻ വേണ്ടിയിട്ട് മെബിച്ചിനും അപ്പച്ചേട്ടൻ കൂടെ പോയേക്കും കേട്ടോ. അപ്പം ഞാൻ ഇങ്ങനെ വിചാരിച്ചു എന്ത് ചെയ്യും, എന്നാൽ പിന്നെ വീടും പരിസരമൊക്കെ ഒന്ന് കാണിച്ചേക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അത്രേ ഉള്ളൂ. അപ്പം ടാറ്റാ.